നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ അധികവും നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ പ്രിഫർ ചെയ്യുക. ഞാനും അങ്ങനെയാണ് ഉണ്ടാവുക, വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സാധനം തന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പുതിയൊരു വെബ്സൈറ്റിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ട് കണ്ടുട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സംശയം, ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ എപ്പോഴും സ്കിപ്പ് ചെയ്തിടും. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ ആ ലിങ്കിലൊന്ന് കയറി നോക്കിയപ്പോൾ കുറേ പ്രൊഡക്ട്സ് ഞാൻ അതിൽ കാണാനിടയായി. ഇങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്, ചില ഐറ്റംസ് ഒക്കെ നമുക്ക് നല്ല സ്ട്രൈക്ക് ചെയ്യുന്ന ഐറ്റംസ് അതിലുണ്ടാവും, പക്ഷെ വില വളരെ കുറവാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ 10-30 ഐറ്റം ഒക്കെ ആയിപ്പോയി. അപ്പോൾ ഞാൻ അപ്പോൾ വരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തുമെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 28-ാം തീയതി ഓർഡർ ചെയ്ത് ഇന്നിപ്പോൾ എനിക്ക് കാലത്ത് അവരൊരു ബോക്സ് ഒക്കെ വന്നു. ബ്ലൂ ഡാർട്ട് വഴിയാണ് അയച്ചു തന്നെ. വെബ്സൈറ്റിൻ്റെ പേരാണ് ഡിയോഡാപ്പ്. അവരുടെ വെബ്സൈറ്റിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ DEODAP.in. പിന്നെ അവർ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് ഒരു 50 രൂപ ഈടാക്കുന്നുണ്ട്, 49 രൂപ. പിന്നെ നമ്മുടെ സാധനങ്ങൾ വാങ്ങുന്നതിനനുസരിച്ചിട്ട് അത് നമ്മളവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് ഇല്ലേ, നമ്മളവർ 5 രൂപ എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിന് 5 രൂപ പ്ലസ് 12 അല്ലെങ്കിൽ 18% GST ആകുമ്പോൾ വരും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഇത് വരിക. അപ്പോൾ എൻ്റെ നമ്മളൊരു 510 രൂപയ്ക്കാണ് ഞാൻ സാധനം വാങ്ങിയത്. പിന്നെ അവരിതിന് ഒരു 49 രൂപ ഒരു ഷിപ്പിംഗ് ചാർജ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂഡിങ് GST ആണ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ കാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ GST ആയി വരും. അപ്പോൾ അങ്ങനെ 12% ഉള്ളതുണ്ട്, 18% ഉള്ളതുണ്ട്. അങ്ങനെ 510 രൂപയുടെ സാധനം വാങ്ങിയപ്പോൾ 629 ആയി മൊത്തം ആയിട്ട്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. പിന്നെ ഫ്ലിപ്കാർട്ടൊക്കെ പോലെയല്ല, നമ്മളിതിന് വീഡിയോ എടുക്കണം. ഇതിപ്പോൾ തുറക്കുന്ന സമയത്ത് അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്ന് അവരെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിട്ടേൺ എന്തെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർ അയച്ചു തന്നതൊക്കെ നല്ല പാക്കിംഗ് ആണ്, പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല കാണാൻ. പിന്നെ ഇത് അയച്ചത് അവർ ബ്ലൂ ഡാർട്ട് വഴിയാണ് അയച്ചത്. അതാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, അവിടുന്ന് എനിക്ക് വേണ്ടി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് സാധനം എൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവിടെ കൊണ്ടുവച്ചപ്പോൾ ഞങ്ങൾ പൊളിച്ചു നോക്കുകയാണ്. ഇത് പിന്നെ കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് കേട്ടോ, വലിയ ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ നോക്കാം, നമുക്ക് അതിന് കണ്ടപ്പോൾ ഇഷ്ടമായ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് വാങ്ങിയെന്നുള്ളൂ. ഇവിടെ തന്നെ രമ്യ വന്നിട്ട് ഒരു ഫിൽറ്ററൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ വേണം വേണ്ടാന്നുള്ളതൊക്കെ. അങ്ങനെ കുറേ സാധനങ്ങൾ ഒഴിവാക്കിട്ടോ, അല്ലാതെ വാങ്ങാൻ വിടുന്നില്ല. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു വോക്കം സ്റ്റാൻഡാണ് സോപ്പൊക്കെ വയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ 100 രൂപകളൊക്കെ ഇരുന്നത്, ഇപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ള 20 രൂപയാണ്. പിന്നെ നമ്മളെ കിച്ചണിലൊക്കെ നമ്മൾ ഇത് ഡിസ്പെൻസർ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എണ്ണ കൊടുക്കില്ല. അതിനൊരു നല്ല ബോക്സ് ഒക്കെ ആയിട്ടാണ് സാധനം വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് 55 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മളെ ഈ ഇതൊക്കെ വരുന്ന ക്ലിപ്പാണ്, നമ്മൾ 250 രൂപയോളം വരുന്നുണ്ട് പുറത്തൊക്കെ. അപ്പോൾ ഇതിന് വരുന്നത് 45 രൂപയാണ് വരുന്നത്. നമ്മളെ സീലർ എന്ന് പറയും, നമ്മൾ കവറൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി ഇത് ചെയ്യില്ലേ, പാക്കറ്റുകൾ സീൽ ചെയ്യില്ലേ, ആ ഒട്ടിക്കുന്ന സാധനമാണിത്. 49 രൂപയാണ് വരുന്നത്, 45 രൂപ. പിന്നെ ഒരു മൗസ് പാഡാണ്, നമ്മൾ 22 രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ഇടയിലേക്കുള്ള പൊടിയും കരടൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ബ്രഷ് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു തുള്ളിയായിട്ട് നനയ്ക്കില്ലേ, അതിനുള്ള സാധനം 10 രൂപയാണ് അതിന് വരുന്നത്. ഒരു കാറിന്റെ മൊബൈൽ ഹോൾഡറാണ് ഇത് വരുന്നത്. ഇത് 75 രൂപയാണ് പറഞ്ഞത്. ഇത് 75 രൂപ. പിന്നെ നമ്മളെ ഗാർബേജ് ബാഗാണ്, 17 രൂപയാണ് ഇതിന്, 15 രൂപയാണ് ഇതിന് വന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ നമുക്ക് ഒരെണ്ണത്തിന് 55 രൂപ മേലെ പോകുന്നതാണ്. എപ്പോഴും ആവശ്യം മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വെക്കാവുന്ന ഒരു ഇത് നമ്മൾ പഴയ പണ്ടൊക്കെ കണ്ടിട്ടുള്ള സാധനം. ഇതിന് 15 രൂപയാണ് ഒരെണ്ണത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഒരു മൊബൈൽ സ്റ്റാൻഡ് 6 രൂപ.
ഇത് നമ്മളെ ബലൂണ് കെട്ടുന്ന സാധനമാണ്. നമ്മളിപ്പോൾ ഈ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ബലൂണ് വീർപ്പിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ കെട്ടി വരുമ്പോൾ അത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചുറ്റിയിട്ട് ഇതിൽ കെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പം ഞാൻ കണ്ടു അതിനൊരു അങ്ങനെ ഇതിന് എത്ര വന്നത് ഒരു 5 രൂപ അങ്ങനെയാണ് വന്നത്. ഇത് നമ്മളെ ലേഡീസിൻ്റെ ഒക്കെ ഷൂവിനും കാര്യങ്ങൾക്ക് ചെരുപ്പുകൾക്കൊക്കെ അടിയിൽ സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് ഇത് ഷൂവിൻ്റെ അടിയിൽ ഒട്ടിച്ച് വെക്കുന്നവരുത്. ഇതിന് എത്രയാണ് വരുന്നത് ഒരു 20 രൂപയാണ് ഉണ്ടാവുന്നത് ഒരു സെറ്റിന്. അതിന് 5 രൂപ. പിന്നെ ഇതിന്റെ പറഞ്ഞത് 8 രൂപയാണ് കേട്ടോ അതിന് വരുന്നിട്ടുള്ളത്. നമ്മളെ ഹാൻഡി സ്കിറ്റിന് ഇതിന് വരുന്നത് ഷൂവിന്റെ സ്റ്റാൻഡ്. ഇതൊരു കുഞ്ഞു ടോയിൻ്റെതാണ് കേട്ടോ. ഇത് 5 രൂപ. നമ്മളെ ഈ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കിട്ടില്ലേ, നമ്മൾ കിൻഡർ ജോയിലൊക്കെ ഉള്ളിൽ കിട്ടുന്ന പോലത്തെ ഒരു ടോയ് ആണത്. പിന്നെ നമുക്ക് വേറെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണ്. ഞാൻ കുറേ ഈ കത്തി വെക്കാനുള്ള ഒരു സാധനം നോക്കി അടുക്കളയിൽ. അപ്പോൾ ഒരു ഇങ്ങനെ നോക്കിയ സമയത്താണ് എനിക്ക് ഈ ഒരു ഇത് വന്നത്. ഇങ്ങനെ ഒരു സാധനം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കത്തിയായിട്ട് വെക്കാവുന്ന ഒരു ഇത്. അതിൽ കൂടെ നമുക്ക് കത്തിയൊക്കെ ഇതാക്കുന്നത് ഇതിനെങ്ങനെ ചുമര് മുട്ടിക്കാവുന്ന ഒരു സാധനം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത് ഇരിക്കും, അത് ചുമര് മുട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ കത്തി ശരിക്കും വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ ചെയ്യുന്ന സമയത്ത് കാണിച്ചത്. ഇത് പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനം 1 രൂപയ്ക്ക് ആയിട്ടുള്ള സാധനമാണ്. വണ്ടിയുടെ വൈപ്പറിൻ്റെ ഇത് സോപ്പ്. പിന്നെ ഇത് 20 രൂപയ്ക്ക് വാങ്ങിയതാണ്. നമ്മളെ കേബിളിൻ്റെ നമ്മളിപ്പോൾ ഈ കേബിളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചുമര് മടിച്ചാണ് കിട്ടുന്ന സാധനം 20 രൂപയിൽ. പിന്നെ ഇങ്ങനെ ഈ 1 രൂപ 2 രൂപ 3 രൂപയ്ക്ക് ആയിട്ട് വന്ന സാധനങ്ങളാണ് നമ്മളെ ഈ ഇത്. ഈ തൂക്കിയിടണമെങ്കിലൊക്കെ ചുമരുമേ ആണി അടിക്കാണ്ട് ഒട്ടിച്ച് വയ്ക്കുന്ന ഒരു സാധനം. പിന്നെ ഉള്ളതാണ് ഒരു ഇപ്പോൾ ഒന്നും ഇപ്പോൾ സാധാ സിബ് ഇല്ലേ, അപ്പോൾ അവിടെ നമുക്ക് സിബ് മാത്രം ഉണ്ട്. അതിൻ്റെ സിബ് ബാക്കി ആ ഒരു വലിക്കുന്ന സാധനം പോയി കഴിഞ്ഞാൽ ഇത് വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു സിബ് ഏത് സിബ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ സിബിൻ്റെ പാൻറ്റിൻ്റെ സിബ് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. 1 രൂപ. ഇത് സൂചിക്ക് ത്രെഡ് ഇടുന്ന ഒരു സാധനമാണ്. നല്ലതാണെന്നൊക്കെ അവർ കാണിക്കുന്നുണ്ട്, പല വഴിയൊക്കെ കാണിക്കുന്നുണ്ടാവും. എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ലൈറ്റാണ് മൊബൈലിൻ്റെ ടോർച്ച് പോലെ നമുക്ക് യൂസ് ചെയ്യാം. പവർ ബാങ്കിലൊക്കെ കുത്തിയിട്ട് നമുക്ക് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന 1 വാട്ടിന്റെ ലൈറ്റ് എടുത്തിട്ട് കല്ലൂരിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല നാളുണ്ട് കേട്ടോ. നമ്മൾ അത് കല്ലൂരിന്റെ സാധനമായിട്ട് കല്ലൂർ ഏറ്റെടുത്തിരിക്കുന്നതാണ്. ഇത് വേറെ സാധനങ്ങളൊന്നുമില്ല, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഈ ഒട്ടിക്കുന്ന സാധനമൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയായിട്ടാണ് 40 ഐറ്റംസ് ആയത്. പക്ഷെ ഇതിനൊക്കെ വരാൻ 2 രൂപ 5 രൂപയൊക്കെ ഉള്ള സാധനങ്ങൾ. പക്ഷെ ഉപയോഗം നമുക്ക് അവർ പറഞ്ഞ പോലെയൊക്കെ വർക്കായി കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങി നോക്കിയെന്നുള്ളൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളല്ല, എന്നാൽ നമുക്ക് കാണുമ്പോൾ ഇത് കൊള്ളാലോ ഇത് വാങ്ങിയാലോ എന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ചിലത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഉപയോഗമുള്ള സാധനങ്ങളാണ്. ചിലതെല്ലാം കുറേ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ സോപ്പിന്റെ സ്റ്റാൻഡിന് തന്നെ 99 രൂപ ഒക്കെയാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു 18 രൂപയ്ക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഡിയോഡാപ്പ്. ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇനി സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് മനസ്സിലായി. എന്തായാലും ഇത്രയും റേറ്റ് കുറവിലല്ലേ നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്കൊരു നഷ്ടമല്ല. ഈ ഒരു റേറ്റിലൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ളത്. വില കുറവിൽ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത്
പിന്നെ കുറെ ആൾക്കാർ ഇത് മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാനും ഇപ്പൊ ഇതൊരു ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വാങ്ങാനൊരു മടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആരും പറഞ്ഞിട്ടൊന്നും കേട്ടില്ല, ഇങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട്. പക്ഷെ ഒരു മടിയായിരുന്നു ഇത് വാങ്ങണോ വേണ്ടത്. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കും പറയാമെന്ന് തോന്നി. അങ്ങനെയാണ്. അപ്പൊ അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒരു പുതിയൊരു കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.